മാതള നാരകം ചെടിയുടെ പൊതുവായ സവിശേഷതകൾ, വളപ്രയോഗം, രോഗങ്ങളും കീടങ്ങളും, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാതള നാരകത്തിന് പോംഗ്രാനേറ്റ് എന്ന പദം ലഭിച്ചത് ലാറ്റിൻ പദമായ പോംഗ്രാൻഡറ്റിൽ നിന്നാണ്. ലാറ്റിനിൽ ഇതിനർത്ഥം അനേകം വിത്തുകളുള്ള ആപ്പിൾ എന്നാണ്. മാതള നാരകത്തിന്റെ ആധുനിക ഫ്രഞ്ച് പദമായ ഗ്രാനേഡിൽ നിന്നാണ് സൈനിക ഗ്രനേഡിന് ആ പേര് ലഭിച്ചത്. അയർലൻഡിൽ മാതള നാരങ്ങയെ വൈൻ ആപ്പിൾ എന്നാണ് വിളിച്ചിരുന്നത്. ഈ പദം ഈ അടുത്ത കാലങ്ങളിലായി അവിടെ വ്യാപകമായി ഉപയോഗിച്ചു കണ്ടുവരുന്നില്ല. എങ്കിലും സെൻട്രൽ ഡബ്ലിനിലെ പ്രശസ്തമായ മൂർ സ്ട്രീറ്റ് ഓപ്പൺ എയർ മാർക്കറ്റിലെ പഴം പച്ചക്കറി സ്റ്റാളുകളിൽ ഇന്നും ആ പേര് നിലനിൽക്കുന്നു. പോംഗ്രാനേറ്റിന്റെ തൊലിയുടെ അടിയിൽ പല അറകളായി നൂറുകണക്കിന് ചുവന്ന വിത്തുകൾ നിറഞ്ഞിരിക്കുന്നതിനാലാണ് ഇതിന് ആ പേര് ലഭിച്ചത്. സസ്യശാസ്ത്രപരമായി ഈ വിത്തുകളെ അരിലുകൾ എന്ന് വിളിക്കുന്നു. മാതള നാരങ്ങയുടെ വിത്ത് പൊതിഞ്ഞ മാംസളമായ സുതാര്യമായ ടിഷ്യൂ ആണ് ഈ അരിലുകൾ. ഇതിന്റെ തൊലി പൊട്ടിച്ചാൽ വിത്തുകളുടെ പുറത്ത് ചുവന്നു പഴുത്ത പൾപ്പിൽ പൊതിഞ്ഞ് ഇത് കാണപ്പെടുന്നു. 5 മുതൽ 10 മീറ്റർ വരെ, അതായത് 16 മുതൽ 33 അടി വരെ ഉയരത്തിൽ വളരുന്ന ലിത്രേസി ഉപകുടുംബമായ പ്യൂണിക്കോയിഡി കുടുംബത്തിലെ ഫലം കായ്ക്കുന്ന ഇലകൊഴിയും കുറ്റിച്ചെടിയാണ് മാതള നാരകം. ഈ മാതള നാരകം പല സംസ്കാരങ്ങളിലും പ്രതീകാത്മകവും പുരാണപരമായും ഔഷധപരമായും വളരെ സമ്പന്നമാണ്. മാതള നാരകത്തിന്റെ ഉത്ഭവം വ്യക്തമല്ലെങ്കിലും ഇറാൻ, അഫ്ഗാൻ, ഇന്ത്യ മുതലായ സ്ഥലങ്ങളിൽ വളരെ കാലം മുമ്പ് തന്നെ ഈ ചെടി കണ്ടുവന്നിരുന്നു. പശ്ചിമേഷ്യയിലും കോക്കസസ് മേഖലയിലും ദക്ഷിണേഷ്യയിലും മധ്യേഷ്യയിലും വടക്ക് ഉഷ്ണമേഖല ആഫ്രിക്കയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ വരണ്ട പ്രദേശങ്ങളിലും മെഡിറ്ററേനിയൻ തടാകത്തിലും ഇവ വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഇതിന്റെ കായ്കൾ സാധാരണയായി തെക്കൻ അർദ്ധഗോളത്തിൽ മാർച്ച് മുതൽ മെയ് വരെയും വടക്കൻ അർദ്ധഗോളത്തിൽ സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയാണ് കാണപ്പെടുന്നത്. ഈ മാതളച്ചെടി ബോൺസായി ആയും വളർത്തുന്നുണ്ട്. 5 മുതൽ 10 മീറ്റർ വരെ, 16 മുതൽ 33 അടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടി അല്ലെങ്കിൽ ചെറിയ വൃക്ഷമാണ് ഈ ബോൺസായികൾ. ഇത് ദീർഘകാലം നിലനിൽക്കുന്നു. ഫ്രാൻസിൽ ഇന്നും ഇതിന്റെ 200ഓളം വർഷം പഴക്കമുള്ള മരങ്ങൾ കാണാം. ഇതിന്റെ ഇലകൾക്ക് 3 മുതൽ 7 സെന്റിമീറ്റർ വരെ നീളവും 2 സെന്റിമീറ്റർ വീതിയുമുണ്ട്. തിളക്കമുള്ള ഇടുങ്ങിയ ഇലകൾ തണ്ടിൽ നിന്ന് എതിർവശത്തേക്ക് വളർന്നാണ് കാണപ്പെടുന്നത്. പൂക്കൾക്ക് കടും ചുവപ്പ് നിറവും 3 സെന്റിമീറ്റർ വ്യാസവുമുണ്ട്. അതിന് 3 മുതൽ 7 വരെ ദളങ്ങളുമുണ്ട്. ഇവ ഒറ്റയ്ക്കോ കൂട്ടമായോ ആണ് കാണപ്പെടുന്നത്. സാധാരണയായി മണിയുടെ ആകൃതിയിലുള്ള ഇവയ്ക്ക് ആണിന്റെയും പെണ്ണിന്റെയും പ്രത്യുൽപാദന അവയവവുമുണ്ട്. ഇതിന്റെ പൂക്കളുടെ ഭംഗി കാരണം കായ്ക്കാത്ത ചില ഇനങ്ങൾ പൂക്കൾക്കായി മാത്രം വളർത്തുന്നു. ചുവപ്പ് ദ്രുമനൂൽ നിറമുള്ള മാതള നാരങ്ങ പഴത്തിന്റെ തൊണ്ടിന് 2 ഭാഗങ്ങളുണ്ട്. പുറം കടുപ്പമുള്ള പെരിക്കാർപ്പ്, അകത്ത് സ്പോഞ്ച് പോലുള്ള മെസോകാർപ്പ്. ഇതിലാണ് ഇതിന്റെ വിത്തുകളായ അരിലുകൾ ഘടിപ്പിച്ചിരിക്കുന്ന പഴത്തിന്റെ ആന്തരിക ഭിത്തി ഉൾപ്പെടുന്നത്. ഈ മാതള നാരകത്തിൽ 200 മുതൽ 1400 വരെ വിത്തുകൾ കാണാം. വിത്തുകളുടെ എണ്ണം ഫലത്തിന്റെ വലിപ്പത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം. ഈ പഴം വൃത്താകൃതിയിലുള്ള ഒരു ബെറിയാണ്. സസ്യശാസ്ത്രപരമായി ഒരു പൂവിന്റെ അണ്ഡാശയത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകളും പൾപ്പുകളും ഉള്ള ഭക്ഷ്യയോഗ്യമായ കായാണ് മാതള നാരങ്ങ. പഴത്തിന് നാരങ്ങയ്ക്കും മുന്തിരിപ്പഴത്തിനും ഇടയിലുള്ള ഇടത്തരം വലിപ്പമുണ്ട്. 5 മുതൽ 12 സെന്റിമീറ്റർ വരെ വ്യാസത്തിലാണ് ഇത് കണ്ടുവരുന്നത്. ചില പഴത്തിന് അതിലും വലിപ്പം കൂടാം. വൃത്താകൃതിയിലുള്ള ചുവപ്പ് കലർന്ന തോലാണ് ഇതിൻ്റേത്. മുതിർന്ന പഴത്തിലെ വിത്തുകൾ കംപ്രസ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ജ്യൂസിന് കുറഞ്ഞ pH ആയ 4.4 ഫ്ലവനോയിഡുകളുടെ ഉയർന്ന കണ്ടന്റ് കാരണം പുളിച്ച രസം ഉണ്ടാകുന്നു. ഇതിൽ നിന്ന് തുണിത്തരങ്ങൾക്ക് ചുവന്ന മായാത്ത നിറമുണ്ടാക്കാം. പ്രാഥമികമായി മാതള നാരങ്ങ ജ്യൂസിന്റെ പിഗ്മെന്റേഷൻ ആന്തോസയാനിനുകളുടെയും എല്ലാ ഗിറ്റാനിനുകളുടെയും സാന്നിധ്യത്തിലാണ്. ഇത് പല വിളകൾക്കും പാർക്കുകളിലും പൂന്തോട്ടങ്ങളിലും അലങ്കാരപരമായും കുറ്റിച്ചെടിയായും വളർത്താം. ഈ ചെടികൾ വരൾച്ചയെ പ്രതിരോധിക്കും. മെഡിറ്ററേനിയൻ ശീതകാല മഴയുള്ള കാലാവസ്ഥയിലോ വേനൽക്കാലത്ത് മഴയുള്ള കാലാവസ്ഥയുള്ള വരണ്ട പ്രദേശങ്ങളിലോ ഇത് വളർത്താം. ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ കുമിൾ രോഗം കാരണം ഇതിന്റെ വേരുകൾ നശിക്കാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിതമായ മഞ്ഞ് ഏകദേശം -12 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഇവയ്ക്ക് സഹിക്കാൻ കഴിയും. വിശാല കാലാവസ്ഥയിൽ മാതളം വളരുന്നുണ്ടെങ്കിലും ഉയർന്ന താപനിലയും വരണ്ട അന്തരീക്ഷവും ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ മാത്രമേ നല്ല ഫലം ലഭിക്കുകയുള്ളൂ. അത് ഓരോ പ്രദേശത്തും വ്യത്യസ്ത കാലഘട്ടത്തിലായിരിക്കും.
പൂന്തോട്ടങ്ങളിലും വലിയ പാത്രങ്ങളിലും അലങ്കാര സസ്യമായി നട്ടുപിടിപ്പിച്ച ഇതിന്റെ ഒരു കുള്ളൻ ഇനമാണ് നാന. ഇത് ഒരു ബോൺസായി മരമായി ഉപയോഗിക്കുന്നു. ഇതിന് റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ഗാർഡൻ മെറിറ്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. പ്രൂണിക്ക ജനുസിലെ മറ്റൊരിനം സോക്കോട്രാൻ മാതള നാരകമാണ്. ഇത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന 4 ദ്വീപുകളുടെ സമൂഹമായ സോക്കോത്രനിൽ മാത്രം കാണപ്പെടുന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ ദ്വീപിനെ സൊക്കോത്ര എന്നറിയപ്പെടുന്നു. ഇത് ഇന്ന് യമന്റെ ഭാഗമാണ്. ഇതിന് ചുവപ്പ് നിറമല്ല, പിങ്ക് നിറമാണ്. ഇതിന്റെ പൂക്കൾ ചെറുതും പഴങ്ങൾ മധുരം കുറഞ്ഞതുമാണ്. പോംഗ്രാനൈറ്റിന്റെ 500-ലധികം ഇനങ്ങൾ ഇന്ന് ലഭ്യമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ ജനിതക രൂപത്തിൽ വ്യത്യസ്ത സ്വഭാവ സവിശേഷതയും ഇത് അറിയപ്പെടുന്നു. ഇതിന്റെ ഉപയോഗവും വിപണനവും ആവശ്യകതയനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് പഴത്തിന്റെ വലിപ്പം, എസ്കോർപ്പ് നിറം, മഞ്ഞ മുതൽ പർപ്പിൾ വരെ പിങ്ക്, ചുവപ്പ് എന്നീ നിറങ്ങളുമൊക്കെയാണ്. അതുപോലെ ഇതിന്റെ വിത്തിന്റെ നിറവും അതിനെ മൂടപ്പെട്ട പൾപ്പിന്റെ നിറവും വെള്ള മുതൽ ചുവപ്പ് വരെ കാണപ്പെടുന്നു. ഇതുകൂടാതെ വിത്തിന്റെ കാഠിന്യം, പാകമാകൽ, ജ്യൂസിന്റെ അംശം, അസിഡിറ്റി, മധുരം, കടുപ്പം എന്നിവയിലൊക്കെ വ്യത്യസ്തമായി നിരവധി സ്വഭാവ സവിശേഷതയുമായി ഈ ജനിതക രൂപങ്ങൾ കാണപ്പെടുന്നു. ഇന്ത്യയിൽ സാധാരണ കാണാറുള്ളത് 2 ഇനങ്ങളാണ്, വെളുത്തതും ചുവന്നതും. വെളുത്ത ഇനത്തിന്റെ കുരുവിന് കടുപ്പം കുറയും, അതിന് മധുരവും കൂടുതലാണ്. ഇതുകൂടാതെ പുളിപ്പ് കൂടുതലുള്ള ഒരിനം ഹിമാലയ സാനുക്കളിൽ വളരുന്നുണ്ട്. അതിനെപ്പറ്റി മുൻപത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉണങ്ങിയ കുരുവിനാണ് മാർക്കറ്റിൽ വൻ ഡിമാൻഡ്, അതും ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നല്ല നീർവാർച്ചയുള്ളതും അല്പം അസിഡിറ്റി ഉള്ള ക്ഷാരഗുണമുള്ളതുമായ മണ്ണാണ് മാതള നാരകങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഇതിന്റെ ഒപ്റ്റിമൽ pH ശ്രേണി 5.5 മുതൽ 7 വരെയാണ്. ഈ pH ശ്രേണി പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനും സസ്യത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും നല്ല അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. നിങ്ങൾ ഇത് വ്യാവസായിക അടിസ്ഥാനമായി കൃഷി ചെയ്യുകയാണെങ്കിൽ മണ്ണിന്റെ ഈ pH പരിധി ഉറപ്പാക്കുക. വിവിധതരം മണ്ണുമായി ഈ ചെടി പൊരുത്തപ്പെടുമെങ്കിലും നല്ല നീർവാർച്ചയുള്ള മണ്ണ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. മാതള നാരകം പൊതുവെ വരൾച്ചയെ സഹിക്കുന്ന ചെടിയാണെങ്കിലും വരണ്ട സമയങ്ങളിൽ പതിവായി നനയ്ക്കുന്നത് ഇവയിൽ നിന്നും കൂടുതൽ ഫലങ്ങൾ ലഭിക്കാൻ ഇടയാക്കും. അതോടൊപ്പം ഈ ചെടിക്ക് നല്ല വളർച്ചയ്ക്കും ധാരാളം കായ്കൾക്കും പൂർണ്ണ സൂര്യപ്രകാശം ആവശ്യമാണ്. അതായത് ദിവസം 6 മുതൽ 8 മണിക്കൂർ വരെ. ഇനി നമുക്ക് ഇതിന്റെ വളപ്രയോഗത്തെ പറ്റി നോക്കാം. ആരോഗ്യകരമായ വളർച്ചയ്ക്കും നല്ല രീതിയിൽ പൂക്കളും കായ്കളും ലഭിക്കുന്നതിനും ഈ ചെടിക്ക് വളപ്രയോഗം നടത്തേണ്ടത് അത്യാവശ്യമാണ്. വളരുന്ന സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ ശൈത്യകാലത്തിന്റെ അവസാനം മുതൽ വസന്തകാലത്തിന്റെ ആരംഭം വരെയാണ് ഇതിന് വളം നൽകേണ്ടത്. ആവശ്യമാണെങ്കിൽ വസന്തകാലത്തിന്റെ അവസാനത്തിലോ വേനൽക്കാലത്തിന്റെ ആദ്യത്തിലോ വളം നൽകാം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK തുല്യ അനുപാതത്തിലുള്ള സമീകൃത വളം പ്രയോഗിക്കാം. വളത്തിന്റെ അളവ് ഈ ചെടിയുടെ പ്രായത്തെയും വലിപ്പത്തെയും അനുസരിച്ചാണ് നിർണ്ണയിക്കുന്നത്. പൊതുമാർഗനിർദ്ദേശം എന്ന നിലയിൽ ഇളം മരങ്ങൾക്ക് ഏകദേശം 250 ഗ്രാം മുതൽ 450 ഗ്രാം വരെ വളം നൽകാം. വലുതും മുതിർന്നതുമായ മരങ്ങൾക്ക് അളവ് ക്രമേണ വർദ്ധിപ്പിക്കുക. മരത്തിന്റെ തണ്ടുകളിൽ നിന്നുള്ള സമ്പർക്കം ഒഴിവാക്കി ചെടിയുടെ ചുവട്ടിൽ വളം തുല്യമായി വിതറുക. വളപ്രയോഗത്തിന് ശേഷം ചുവട് നന്നായി നനയ്ക്കുക. ഇത് റൂട്ട് സോണിലേക്ക് പോഷകങ്ങൾ എത്താൻ സഹായിക്കും. സിങ്ക്, ഇരുമ്പ് തുടങ്ങിയ അധിക മൈക്രോ ന്യൂട്രിയന്റുകൾ ഈ ചെടിക്ക് അത്യാവശ്യമാണ്. മൈക്രോ ന്യൂട്രിയന്റുകൾ നിങ്ങളുടെ മണ്ണിൽ കുറവാണെങ്കിൽ അതും മുൻപ് പറഞ്ഞ അളവ് ക്രമത്തിൽ നൽകുക. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവ വസ്തുക്കളോ നൽകാം. വർഷത്തിൽ 1 തവണ മാത്രം വളം നൽകിയാൽ മതിയാകും. ആവശ്യമെങ്കിൽ 1 തവണ കൂടി മേൽപ്പറഞ്ഞ അളവിൽ നൽകാവുന്നതാണ്. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും എയർ ലെയറിങ്ങിലൂടെയും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. മാതൃസസ്യത്തിന്റെ ഏകദേശം അതേ ജനിതക സവിശേഷത ലഭിക്കണമെങ്കിൽ തണ്ടുകൾ വെട്ടിനട്ടും എയർ ലെയറിങ്ങിലൂടെയും പുനരുൽപാദനം നടത്തുന്നതായിരിക്കും നല്ലത്. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. മുഞ്ഞ, വെള്ളീച്ച, ഇലപ്പേനുകൾ, സ്കെയിൽ പ്രാണികൾ, മാതള നാരക ശലഭം, മെലിബഗുകൾ എന്നിവയാണ് ഇവയെ ബാധിക്കുന്ന കീടങ്ങൾ. ഫംഗസ്, ബാക്ടീരിയൽ ബ്ലൈറ്റ്, ക്രോൺഗോൾ, റൂട്ട് ചീയൽ, പഴംപൊട്ടൽ എന്നിവയാണ് രോഗങ്ങൾ. ഇതിന്റെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷി മാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം.
അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.